സിനിമാ സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് ഒരുപാട് സുപരിചിതയാണ് താര കല്യാൺ. സീരിയലുകൾക്ക് പുറമെ വ്ളോഗ് വീഡിയോകളിലൂടെയും താര പ്രേക്ഷകർക്ക് മുൻപിൽ എത്താറുണ്ട്. സ്വകാര്യ ജീവിതത്തിലെ തൻ്റെയും മകളുടെയും കൊച്ചുമകളുടെയും എല്ലാം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന താരയുടെ ശബ്ദത്തെക്കുറിച്ച് പലതരത്തിലുള്ള കമൻറ്റുകളാണ് വരുന്നത്. ഇപ്പോൾ പൂർണ്ണമായും ശബ്ദം നഷ്ടപ്പെട്ട അവസ്ഥയിൽ പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് താര കല്യാൺ. മകൾ സൗഭാഗ്യ വെങ്കിടേഷാണ് വീഡിയോയിൽ താര കല്യാണിന് വേണ്ടി സംസാരിക്കുന്നത്. നേരത്തെ താര കല്യാണിന് തൈറോയിഡിൻ്റെ സർജറി തൊണ്ടയിൽ കഴിഞ്ഞിരുന്നു. വർഷങ്ങളായി ശബ്ദത്തിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് ഗോയിറ്ററിൻ്റെ വളർച്ചയായിരിക്കും, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഡാൻസ് ടീച്ചറായി പാടുന്നതിൻ്റെ പ്രശ്നമായി എന്നൊക്കെയാണ് കരുതിയതത്രേ. ടെൻഷൻ വരുമ്പോഴും വഴക്കിടുമ്പോഴും ഒക്കെയാണ് ശബ്ദം പൂർണ്ണമായും അടഞ്ഞു പോകുന്നത്. പല ട്രീറ്റ്മെൻറ്റുകളും നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. അവസാനം ശരിക്കും എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്തി. സ്പാസ്മോഡിക് ഡിഫോണിയ എന്ന രോഗാവസ്ഥയാണ് താര കല്യാണിന്. തലച്ചോറിൽ നിന്ന് വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അബ്നോർമൽ ആയതിനാൽ സംഭവിക്കുന്ന അവസ്ഥയാണിത്. 3 തരത്തിലാണ് ഈ അവസ്ഥയുള്ളത്. അതിൽ അഡക്ടർ എന്ന സ്റ്റേജാണ് താര കല്യാണിനുള്ളത്. സംസാരിക്കുമ്പോൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്താണ് അമ്മ സംസാരിക്കുന്നത്. നമ്മളെപ്പോലെ ഈസിയല്ല. തൊണ്ടയിൽ ആരോ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെയുള്ള അവസ്ഥയാണ്. സ്ട്രെയിൻ ചെയ്യുന്തോറും അത് കൂടി വരും. എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നത് എന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള മരുന്നുമില്ല. ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ 2 വഴികളാണുള്ളത്. അതിലൊന്ന് ബോട്ടോക്സ് ആയിരുന്നു. അതാണ് ആദ്യം ചെയ്തത്. പക്ഷേ ആ സമയത്തായിരുന്നു അമ്മമ്മയുടെ മരണം. ബോട്ടോക്സ് കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്രമം ആവശ്യമാണ്. എന്നാൽ അമ്മമ്മയുടെ മരണത്തോടെ അതിന് സാധിച്ചില്ല. മരണം അറിഞ്ഞ് വന്നവരോട് സംസാരിക്കാനില്ലായിരുന്നു. വീണ്ടും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതോടെ ആ അവസ്ഥ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റ് സർജറി മാത്രമായിരുന്നു. ഇപ്പോൾ സർജറി കഴിഞ്ഞു നിൽക്കുന്ന സ്റ്റേജാണ്. ഇനി 3 ആഴ്ച കൂടി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടും. പക്ഷേ അത് തീർത്തും വ്യത്യസ്തമായിരിക്കും. ശബ്ദം തിരിച്ചു കിട്ടിയാലും പാട്ട് പാടാനൊന്നും സാധിക്കില്ല. ഹൈ പിച്ചിൽ സംസാരിക്കാനോ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പാട്ടുകാർക്ക് ഈ അവസ്ഥ വരുന്നത് എങ്കിൽ ട്രീറ്റ്മെൻറ്റ് വേറെ തരത്തിലാണ്. ഇത് ഒറ്റപ്പെട്ട രോഗാവസ്ഥയല്ല. കേരളത്തിൽ തന്നെ ഈ രോഗം വന്ന പലരുമുണ്ട്. വക്കീലന്മാരും ടീച്ചേഴ്സും അടക്കം പലരും. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ജീവന് ഭീഷണിയുള്ള അസുഖമല്ല. പക്ഷേ കുറച്ച് പെയിൻഫുള്ളാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അതിന് സാധിക്കാതെ വരുമ്പോഴുള്ള പ്രശ്നവും ഉണ്ട്. അത്രമാത്രം. സർജറിയുമായി ബന്ധപ്പെട്ട വീഡിയോ ഉടൻ പങ്കുവയ്ക്കുമെന്ന് പറഞ്ഞാണ് വീഡിയോ അവസാനിച്ചത്.